മാനവരിൽ നിറയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമീൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അല്പസമയം ധ്യാനിക്കുവാനായി ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്ത വചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വാക്യങ്ങളിൽ നിന്നാണ്. അടുത്ത ഞായറാഴ്ച കൊത്തിന ഞായറാഴ്ചയാണ്. നമ്മുടെ കർത്താവിൻ്റെ പരസ്യജീവിതം ആരംഭിച്ച ആദ്യത്തെ അത്ഭുത പ്രവൃത്തി നടന്ന ഭാഗമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് എവൻഗേലിയോൻ വായനയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ആ തിരുവചനം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ നിറയപ്പെടട്ടെ. ക്രിസ്തുവിൻ്റെ ഓരോ അത്ഭുതവും ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് റോമ 8:28 ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുവാനുള്ള ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ ഘട്ടത്തിന് തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, പേതൃത്വ ഞായറാഴ്ച വായിക്കുന്ന വേദഭാഗമാണിത്. പിന്നീട് അങ്ങോട്ട് കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളുമാണ്, കർത്താവിൻ്റെ ഓരോ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നീതിയുടെയും പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് ആരും സഹായിക്കാനില്ലാത്ത, ഒറ്റപ്പെട്ടു പോയ, അവഗണിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിത്വങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ടുള്ള ഓരോ വായനകളിലും ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഇതുപോലെ പ്രിയമുള്ളവരെ, ഈ വീട്ടിൽ വലിയ സങ്കടാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ സങ്കടത്തിൽ കർത്താവ് ഇടപെടുകയാണ്. ഇടപെടിക്കുന്നത് മാതാവാണ്. 3 കാരണങ്ങളാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ ജീവിതത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാമത്തെ അത്ഭുതമാണിത്.
2 ദൈവമഹത്വം വെളിപ്പെടുത്തിയ അത്ഭുതമാണ്. 3 ശിഷ്യന്മാരുടെ വിശ്വാസ നിറവിന്, വർധനവിന് കാരണമായി എന്നുള്ളതാണ് ഈ അത്ഭുതം. നമുക്ക് ഈ അത്ഭുതത്തിൽ നിന്നും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല, അല്ലെങ്കിൽ ലഹരിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു സന്തോഷം നൽകി എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ ഉപരി സങ്കടപ്പെടുന്നവരുടെ സങ്കടങ്ങളിൽ കർത്താവിനും അവൻ്റെ അമ്മയ്ക്കും ഇടപെടുവാനുള്ള മനസ്സും പ്രകൃതിയോട് ഇന്നതായിത്തീരണമെന്ന് കൽപ്പിക്കാനുള്ള അവകാശവുമുണ്ടെന്ന് തെളിയിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്? ദൈവത്തോട് ചേർന്നാണോ സ്വീകരിച്ചത്? അതേ മാനുഷികപരമായ രീതിയിൽ മനുഷ്യനോട് ഇടപെട്ട് അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കുകയാണോ ചെയ്തത്? നമുക്ക് നമ്മളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇവിടെ ഒന്നാമത്തെ ചിന്ത ഇതാണ്. യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. മറിയത്തിൻ്റെ സ്വന്തം വീടാണ് എന്ന് അഭിപ്രായമുണ്ടത്. ഈ വീട് പരിശുദ്ധ അമ്മയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, ബന്ധപ്പെട്ട് നിൽക്കുന്ന വീടാണെന്നാണ് പറയപ്പെടുന്നത്. കൊത്തിനെ എന്ന് പറഞ്ഞാൽ കാനായ്ക്ക് കൊത്തിനെ എന്ന് പറയുവാൻ കാരണം പിതാക്കന്മാർ പറയുന്നത് അവിടെ സിറിയയിൽ വേറെ കാനായും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് വീഞ്ഞില്ല എന്നാണ് അമ്മ പറയുന്നത്. വീഞ്ഞിന് സന്തോഷമെന്നർത്ഥം. അപ്പം അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമില്ല. സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ വീട്ടുടയവൻ ആ വീഞ്ഞ് തീർന്നിരിക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. അറിയുമ്പോൾ ആ വീട് സങ്കടത്തിലാകും, ദുഃഖത്തിലാകും, ആക്ഷേപത്തിലാകും. പിന്നെയും വീഞ്ഞ് വേണമെന്ന് അന്വേഷിച്ച് വരുന്നവർക്ക് ലഭ്യമല്ലാതെ വരുമ്പോൾ അവർ ആ വിരുന്ന് വലിയ പ്രശ്നത്തിലാക്കും. അപ്പോൾ വരാനിരിക്കുന്ന ഒരു സങ്കടത്തെ, വരാനിരിക്കുന്ന ഒരു ദുഃഖത്തെ സന്തോഷമാക്കുകയാണ് മാതാവ്. യേശു മാതാവിനെ ചൂണ്ടി ഇങ്ങനെ പറയുന്നുണ്ട്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ, ആരാണ് എൻ്റെ സഹോദരി? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെല്ലാം എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ പിതാവും മാതാവുമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് സങ്കടപ്പെടുന്നവരുടെ ജീവിതത്തെ സന്തോഷമാക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഇത്തരുണത്തിൽ പരിശോധിക്കുന്നത് നല്ലതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? സന്തോഷമില്ല എന്ന്. സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സമാധാനമില്ല. അധികാരത്തോടെയാണ് പ്രിയമുള്ളവരെ മറിയം യേശുവിനോട് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല. രണ്ടാമത് പരിചാരകരോടും മറിയം പറയുന്നത്, അവൻ നിങ്ങളോട് പറയുന്നത്, കൽപ്പിക്കുന്നത് ചെയ്യുക. കൽപ്പിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ചെയ്യുക എന്നല്ല, പറയുന്നത് ചെയ്യുക. പറയുമെന്ന് ഉറപ്പ് മാതാവിനുണ്ട്.
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശോധിക്കുക ഈ ഒരു ഉറപ്പ്. നാം ദൈവത്തോട്, യേശുക്രിസ്തുവിനോട് പറയുന്ന കാര്യങ്ങൾ, മറ്റൊരാൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ, അവനവന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ, ശരിക്കും ഇവിടെ ഒരു മധ്യസ്ഥതയാണല്ലോ. മാതാവിൻ്റെ മധ്യസ്ഥത വേണ്ട എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. ആ വിഷയം നമുക്ക് വിടാം. മധ്യസ്ഥത കൂടിയേ തീരൂ. മധ്യസ്ഥതയ്ക്കുള്ള അവകാശവും അധികാരവും ദൈവം തന്നെ കൊടുത്തിട്ടുള്ളതാണ്. എൻ്റെ ചോദ്യം ഇതാണ്: നമുക്കതിന് കഴിയുമോ? നാം ചെയ്തു പോരുന്നുണ്ടോ? അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുക എന്ന് പറയാനുള്ള ആ ഒരു വിശ്വാസം. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, യേശുവോട് പറഞ്ഞ സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് യേശു പറയുന്നത്. ഈ ലോകത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരാൻ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് യേശു പറയുന്നത്. യേശുവിൻ്റെ വരവോടുകൂടി ലോകം അവസാനിച്ചു. ലോകചിന്തകൾ, ലൗകികന്മാരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. എല്ലാ പ്രശ്നവും പിന്നീട് വരാനിരിക്കുന്ന നിത്യജീവനെ പ്രതിയാണ്. സന്തോഷം പോലും, വീഞ്ഞു പോലും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. പഴയ നിയമത്തിൻ്റെ പ്രതീകമായ കാനായിൽ കല്യാണത്തിന് വീഞ്ഞ് വെള്ളത്തെ വീഞ്ഞാക്കിയെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വീഞ്ഞല്ല സന്തോഷം, വൈൻ സന്തോഷം നൽകുന്നില്ല. പുതിയ നിയമത്തിൽ വൈനിനെ കർത്താവിൻ്റെ ശരീരവും രക്തവുമാക്കി, വെള്ളത്തെ വീഞ്ഞാക്കി യഹൂദന്മാർക്ക് പാനീയമായി, ഭക്ഷണമായി നൽകിയെങ്കിൽ തൃപ്തമാകാൻ തക്കവണ്ണം, സന്തോഷിക്കാൻ തക്കവണ്ണം അവരങ്ങനെയല്ലേ പറഞ്ഞത്. ഇന്നവരെയും ഞങ്ങൾ അനുഭവിച്ച വിരുന്നിലൊക്കെ വീട്ടുടയവൻ ഏറ്റവും നല്ലത് എടുത്തു വെക്കുകയും ഏറ്റവും നല്ലത് ആദ്യം കൊടുക്കുകയും, ലഹരി പിടിച്ചു കഴിയുമ്പോൾ കുറഞ്ഞത് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പതിവിൽ നീ എന്താണ് വിപരീതമായി പ്രവർത്തിച്ചത്? ഏറ്റവും നല്ലത് എന്തുകൊണ്ട് നീ കരുതി? ഒരുപക്ഷെ കുടിച്ചവർക്ക് തോന്നിക്കാണും, ആദ്യം കുടിച്ചതെല്ലാം വേസ്റ്റായിപ്പോയി, രണ്ടാമത് ആവോളം കുടിക്കാൻ സാധ്യതയുണ്ട് താൻ. അത് മനുഷ്യൻ്റെ പ്രയത്നങ്ങളും മനുഷ്യൻ്റെ ചിന്തകളും എല്ലാം അവൻ ആഗ്രഹിക്കുന്നിടത്തെത്തില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ്. ആ കല്യാണ വീട് അവരുടെ പദ്ധതിക്കനുസരിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വരികയാണ്. ആ വീടിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞല്ലോ, അവിടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സ്വന്തപ്പെട്ട വീടാണ്. അവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ സ്വന്തം വീട് കൂടിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും യേശുവിനെ സ്വീകരിക്കുക, യേശുവിനെ സ്വന്തമാക്കുക, ക്ഷണിക്കുക. അന്നവിടെ യേശു ഇല്ലെങ്കിൽ ആ കുടുംബം സങ്കടത്തിലാണ്. യേശു ഉണ്ടെങ്കിൽ സങ്കടത്തിലും സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ അത്ഭുതം വെള്ളത്തെ
വീഞ്ഞാക്കിയതാണെങ്കിൽ രണ്ടാമത്തെ അത്ഭുതം വീഞ്ഞിനെ യേശു രക്തമാക്കി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീഞ്ഞിനെ യേശു രക്തമാക്കി. ആ രക്തം ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് ജീവനുണ്ടാകുന്നത്. ഈ വീഞ്ഞു കുടിച്ച് സന്തോഷിക്കുന്നതിനേക്കാൾ എത്രയോ അനുഗ്രഹമാണ് നിത്യജീവൻ്റെ അനുഭവമായ അവകാശമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരക്തങ്ങൾ അനുഭവിച്ച് വിശ്വാസത്തോടെ ജീവിക്കുക എന്നുള്ളത്. എൻ്റെ ദൈവമക്കളെ, ഒരിക്കൽ പോലും ഈ വചനത്തെ കള്ളുകുടിക്കാനുള്ള ലൈസൻസായി എടുക്കരുത്. യഹൂദന്മാരുടെ ജീവിതത്തിലെ ഒരു സന്തോഷമാണ്. ആ സന്തോഷം അവിടെ അസ്തമിക്കുന്നുവെന്ന് കണ്ടപ്പോൾ യേശു ഇടപെട്ടതും തൻ്റെ ശിഷ്യന്മാർക്ക് വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി ചെയ്ത കാര്യവുമാണ്. ശുദ്ധീകരണ നിയമമനുസരിച്ച് അവിടെ 2-3 അളവ് കൊള്ളുന്ന പാത്രങ്ങളുണ്ടായിരുന്നു. എന്താണ് ശുദ്ധീകരണ നിയമം? അവിടെ യഹൂദന്മാരുടെ ജീവിത രീതിയിൽപ്പെട്ടതാണത്. യാത്ര പോയി വരുമ്പോൾ കാല് കഴുകാനും കൈ കഴുകാനും മുഖം കഴുകാനൊക്കെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ആ ഒഴിഞ്ഞ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ യേശു കൽപ്പിക്കുകയാണ്. യേശു വെള്ളം നിറയ്ക്കാൻ കൽപ്പിക്കുമ്പോൾ പരിചാരകരെ സംബന്ധിച്ചിടത്തോളം എന്തിനെന്ന് ചോദിക്കുന്നതായിട്ട് അവിടെ കാണുന്നില്ല. യേശു പറയുന്നവരനുസരിക്കുകയാണ്. യേശു പറയുന്നത് പൂർണ്ണമായും ആ പരിചാരകരും അനുസരിക്കുകയാണ്. ഇവിടെ വരാൻ പോകുന്ന സങ്കടത്തെ സന്തോഷമാക്കി മാറ്റിയത് ഒന്ന്, പരിശുദ്ധ അമ്മ യേശുവിനോട് പറഞ്ഞു, യേശു അനുസരിച്ചു. അമ്മ പരിചാരകരോട് പറഞ്ഞു യേശുവിനെ അനുസരിക്കണമെന്ന്. യേശു പരിചാരകരോട് പറഞ്ഞു വെള്ളം വക്കോളം നിറയ്ക്കാൻ. വക്കുവരെയും വെള്ളം നിറച്ചു. വേറെ ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഒഴിക്കാൻ സാധ്യതയില്ലാത്തവണ്ണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ 3 അനുഭവം ഉണ്ടാകണം. ഒന്ന്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഇന്ന പോരായ്മകളുണ്ടെന്ന് പരിശുദ്ധ കന്യകമറിയാമിന് പറയുവാനുള്ള, യേശുവിനോട് പറയുവാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. 2, പരിശുദ്ധ അമ്മയെ മാനിച്ചുകൊണ്ട് യേശു നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അനുസരിക്കുവാനും കഴിയണം. ഇവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ അനുഭവം. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെ മാനിച്ചുകൊണ്ട് യേശു അത് അവർക്ക് ചെയ്തു കൊടുക്കുന്നു. അപ്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി അഭയാചന നടത്തുന്നതിന് ഒത്തിരി ദൈവസന്നിധിയിൽ സ്വീകാര്യതയുണ്ട്. ഇവിടെ തിരിച്ച് മറിയത്തോട് പറയുകയാണല്ല, പരിചാരകരോട് പറയുകയാണ്. മറിയം യേശുവിനോട് പറഞ്ഞപ്പോൾ യേശുവിന് മറിയത്തോട് തന്നെ പറയാമായിരുന്നു, എന്നാൽ അവരോട് വെള്ളം കോരി നിറയ്ക്കാൻ. അതങ്ങനെ ആയിരുന്നില്ല. യേശു പരിചാരകരോട് പറയുകയായിരുന്നു വെള്ളം കോരി നിറയ്ക്കുക എന്ന്. അപ്പോൾ ഒന്ന്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകിച്ച് വേദനിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബത്തിനും വ്യക്തിക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ നമ്മൾ പരിശുദ്ധ അമ്മയെപ്പോലെ കടപ്പെട്ടവരാണ്. 2, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്
മാറിപ്പോകേണ്ടവരാണ്. അമ്മ ചെയ്തതാണ്. അമ്മ മാറി നിന്നു. പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മ പിന്നെ അമ്മയെ ആ ഭാഗത്ത് കാണുന്നില്ല. പ്രാർത്ഥിക്കുവാനുള്ള, തൻ്റെ പുത്രനോട് അപേക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം മാത്രമേ അമ്മയ്ക്കുള്ളൂ. അമ്മ അത് കഴിയുമ്പോൾ സ്വയം പിന്മാറുകയാണ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴിവുകയോ ആടുമേയ്ക്കുകയോ ചെയ്തതിനു ശേഷം തിരികെ വന്നു കഴിയുമ്പോൾ അവനോട് നീ അരകെട്ടി എനിക്ക് ഭക്ഷണം പാചകം ചെയ്യുക എന്നല്ലേ പറയുന്നത്? ഭൃത്യൻ ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം നീ അവനോട് നന്ദി പറയുമോ? ഇതുപോലെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവ ചെയ്തു എന്ന് മാത്രമേ പറയാവൂ. കൽപ്പിക്കപ്പെട്ടവ ചെയ്തു എന്ന് മാത്രമേ പറയാവൂ. ഞാനോ പ്രയോജനരഹിതനായ ദാസൻ, കൽപ്പിക്കപ്പെട്ടവ ചെയ്തു. ഈ ഒരു പിന്മാറ്റം, നാം ക്രിസ്തുവിനോട് പറയേണ്ട കാര്യങ്ങൾ, അവരനു വേണ്ടി പറയേണ്ട കാര്യങ്ങൾ, അവരനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് പിന്മാറുന്നതാണ് നമ്മുടെ ജീവിതത്തിന് അഭികാമ്യമായിട്ടുള്ളത്. നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാകുന്നത് അവിടെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. വളരെ എന്താ പറയുന്നത്, മഹത്വീകരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് സമാധാനമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവിടുന്ന് നൽകിയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠതയുള്ളവരാണെന്ന് തിരിച്ചറിയണം. നമുക്ക് വ്യക്തമായി ഒരു പ്രാർത്ഥനാനുഭവം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം. ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുവാനിടയായി, 1976 കത്തോലിക്ക സഭയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിൽ സ്ത്രീകളും കുർബാനയും എന്ന വിഷയത്തെ പറ്റിയാണ് അവിടുത്തെ പ്രസംഗം. മദർ തെരേസയാണ് ആ പ്രസംഗം നടത്തുന്നത്. മദർ ഈ വിഷയമാണ് പ്രസംഗിക്കുന്നത്. അവർക്ക് വീഞ്ഞില്ല എന്ന വിഷയത്തെക്കുറിച്ചാണ് മദറിൻ്റെ പ്രസംഗം. മദർ എങ്ങനെയാണ് പറയുന്നത്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ മാർദ്ദവത്വമാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ മാർദ്ദവത്വമാണ്. മറ്റുള്ളവരുടെ സഹനം മനസ്സിലാക്കുവാനും ആ സഹനം മാറ്റാനുമുള്ള വാത്സല്യമാണത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനുള്ള ഹൃദയവാത്സല്യമാണ് സ്ത്രീകളുടെ സവിശേഷത. ഇതാണ് മദറിൻ്റെ പ്രസംഗം. സ്ത്രീകളും കുർബാനയും എന്ന വിഷയത്തിൽ മദറിൻ്റെ പ്രസംഗത്തിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ മാർദ്ദവമാണ്. എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയാണ്, ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്, ഹൃദയത്തിന് കടുപ്പമില്ലാത്ത അനുഭവമാണ്.
അപ്പോൾ പ്രിയമുള്ളവരെ, ഹൃദയത്തിന് കടുപ്പമില്ലാത്തവർക്കാണ് സത്യത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുള്ളൂ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മാറ്റപ്പെടുകയാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 36-ാമത്തെ അധ്യായത്തിൽ, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. പ്രിയമുള്ളവരെ, അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ഇടപെടലിനുള്ളൊരു മധ്യസ്ഥതയാണെങ്കിൽ ആ മധ്യസ്ഥത പ്രാർത്ഥനയിലൂടെ, ആ മധ്യസ്ഥ അപേക്ഷയിലൂടെ ഒരു പുതിയ ഹൃദയമാണ്, ഒരു മാർദ്ദവ ഹൃദയമാണ്, ഒരു മാംസള ഹൃദയമാണ് ദൈവം നമുക്ക് നൽകിയതെന്ന് എസെക്കിയേലിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അധികമായി മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുവാൻ കഴിയണം. അവസരോചിതമായ ഇടപെടൽ, ഒരു വാക്ക്, ഒരു സഹായം, ഒരു പക്ഷേ ഒരു ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റും. ഒരിടപെടൽ, ഒരു വാക്ക്, ഓരോ ജീവിതത്തിൻ്റെയും ഗതി മാറ്റാൻ നമുക്ക് കഴിയും. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടോ? ഓരോ ഫയലും ഒരു ജീവിതമാണ്. ഉദ്യോഗസ്ഥരോട് പറഞ്ഞ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞാണ്, ഓരോ ഫയലും നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന, നിങ്ങളുടെ ഷെൽഫിലിരിക്കുന്ന, നിങ്ങൾ നിസ്സാരമായി മാറ്റിവെച്ചിരിക്കുന്ന ഓരോ ഫയലും ഒരാളുടെ ജീവിതമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ദാനമായി നൽകിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതം, അത് മറ്റൊരാളുടെ ജീവിതമാണ്, മറ്റൊരാളുടെ ജീവനാണ്. അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റൊരാൾക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ, മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുവാൻ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന, നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. നോമ്പ് ആരംഭിക്കുകയാണ്. സമാധാനത്തോടെ വരണമേ എന്നാണ് നോമ്പിനെ നമ്മൾ പറയുന്നതും ക്ഷണിക്കുന്നതും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം പരിശുദ്ധ അമ്മയെപ്പോലെ മാർദ്ദവമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി തീരട്ടെ. ഒറ്റ വാക്ക്, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സന്തോഷമില്ല, അവർക്ക് സമാധാനമില്ല. യേശുവേ, സന്തോഷമായി, സമാധാനമായി. ശമരിയാക്കാരുടെ ഉപമയിൽ യേശു പറയുന്നില്ലേ, മുറിവേറ്റ് കിടന്ന മനുഷ്യനെ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങിയവൻ, ആ ശമരിയാക്കാരൻ എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി. എണ്ണ സമാധാനം, വീഞ്ഞ് സന്തോഷം. മുറിവിൽ എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി. സങ്കടങ്ങളിൽ താങ്ങും തണലുമായി നിൽക്കുക. തൻ്റെ തന്നെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുചെന്നു. പ്രിയമുള്ളവരെ, ആ സമാധാനത്തിൻ്റെ അടയാളമായ എണ്ണയും
സന്തോഷത്തിൻ്റെ പ്രതീകമായ വീഞ്ഞും ധാരാളം നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് അനേകർക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി നമുക്ക് മാറാം. അതിന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം വേണം. ക്രിസ്തുയേശു അമ്മയുടെ വാക്ക് കേട്ടതുപോലെ അമ്മയുടെ വാക്ക് ഇന്നും യേശു ക്രിസ്തു കേട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു. അമ്മയിലൂടെ നമുക്ക് വീണ്ടും മധ്യസ്ഥ അപേക്ഷിക്കാം. തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ് നമ്മൾക്ക് ഓർക്കാം. ഈ തലമുറയിൽ അമ്മയെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് അവകാശമുണ്ട്, നമുക്ക് അതിനുള്ള അർഹതയുമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അത് സ്വർഗത്തോട് ചെയ്യുന്ന വലിയ അനീതിയായിരിക്കുമെന്ന് തിരിച്ചറിയുക. ഒപ്പം തന്നെ അമ്മ സങ്കടപ്പെട്ട ആ ഭവനത്തിൽ ഇടപെട്ട് അവരുടെ ആവശ്യങ്ങൾ തൻ്റെ പുത്രനോട് നിറവേറ്റി കൊടുത്തിട്ട് മറന്നു നിന്നതുപോലെ നമുക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അമ്മയെപ്പോലെ ക്രിസ്തു സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവ് അത് നടത്തി കൊടുക്കുമ്പോൾ അവരനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്കും മാറി നിൽക്കാം, മറഞ്ഞു നിൽക്കാം. അനേകർക്ക് മറന്നു നിന്നുകൊണ്ട് ഒത്തിരി ഉപകാരം ചെയ്യാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ മറഞ്ഞു നിൽക്കാൻ നമ്മളെ ദൈവം വിളിക്കുന്നു. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. മറഞ്ഞിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മാർദ്ദവമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നോമ്പുകാലം അതിനുള്ള തയ്യാറെടുപ്പും അതിനുള്ള ഒരുക്കമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം ശ്രേഷ്ഠമായി നടത്തിയത് എത്രയും ബഹുമാനപ്പെട്ട വർഗീസ് ഊട്ടി ശമ്മാശനാണ്. നമുക്ക് ശമ്മാശന് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടുതൽ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധിയിൽ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ശമ്മാശൻ നമ്മോട് പറഞ്ഞത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കല്യാണ വീട്ടിലെ സംഭവമാണ്. വിശുദ്ധ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതോട് ബന്ധപ്പെട്ട വേദഭാഗം സവിസ്തരം നമ്മോട് സംസാരിച്ചു. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അത്യന്തം ദുഃഖകരവും അപമാനകരവുമായിരുന്ന ഒരു ഭവനത്തിൻ്റെ, അതായത് കല്യാണ വീടിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് വീഞ്ഞാണ്. ആ സന്തോഷത്തിൻ്റെ അനുഭവം തീർന്നു പോയപ്പോൾ വലിയ ദുഃഖത്തിലായിരുന്ന ആ ഭവനത്തെ അത്യന്തം സന്തോഷത്തിലേക്ക് പിടിച്ചുയർത്തുവാൻ പരിശുദ്ധ അമ്മയുടെ ഒരു വാക്ക് മുഖാന്തരമായി തീർന്നു. ആ ഭവനത്തിൻ്റെ ഗതി മാറ്റിയ വലിയ ഒരനുഭവം. ദൈവമക്കൾ അവസരോചിതമായ ഒരു വാക്ക് വേദനയിലായിരിക്കുന്ന, ദുഃഖത്തിലും കഷ്ടത്തിലും പ്രയാസത്തിലും രോഗത്തിലുമായിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുന്നത് പലപ്പോഴും നമുക്ക് കാണാനായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം അങ്ങനെ ഒരു അനുഭവം തുടർന്നുണ്ടാകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ പറയുകയാണ് യേശുവിനോട്, ഇവർക്ക് വീഞ്ഞില്ലല്ലോ, വീഞ്ഞ് തീർന്നു പോയി. അത്രേ പറഞ്ഞോളൂ. ഒരു സന്തോഷം കെട്ടുപോയിരിക്കുക. ഹല്ലേലൂയ. വീണ്ടും അമ്മ പരിചാരകരോട് പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുക. പരിശുദ്ധാമ്മയുടെ അവസരോചിതമായ ഇടപെടൽ ആ കുടുംബത്തിൻ്റെ ഗതി മാറ്റുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വലിയ പാഠമായി, ജീവിതത്തിൽ ഇത് പകർത്തുക മാത്രമല്ല അത് യാഥാർത്ഥ്യമാക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ തിരുവചനാജ്ഞ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്, പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുടുംബമാണ്. നമുക്ക് ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ മക്കളുടെ നല്ല ആവശ്യങ്ങളിൽ ദൈവമേ കൂടെ ഇരിക്കണമേ. ദമ്പതികൾ വിദേശത്താണ്, അവർക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കൾ രോഗാവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് സൗഖ്യം നൽകണമേ എന്ന് വിനയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, അടുത്ത ബുധനാഴ്ച മാർച്ച് 5-ാം തീയതി താമസിച്ചുള്ള ധ്യാനം, ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുകയാണ്. സാധിക്കുന്നിടത്തോളം മക്കൾ കടന്നു വന്ന് അതിൽ സംബന്ധിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എത്രയോ കുടുംബങ്ങളെയാണ് ദൈവം തമ്പുരാൻ തൊട്ട് ദൈവാനുഭവത്തിലേക്ക് ഉയർത്തിയത്. സമാധാനം നഷ്ടപ്പെട്ടവർ, കുടുംബബന്ധം തകർന്നവരൊക്കെ കടന്നു വന്ന് സൗഖ്യം പ്രാപിച്ച് കടന്നുപോയിരിക്കുന്നു. അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനം ഏപ്രിൽ 2, 3, 4 ദിവസങ്ങളിൽ ടീനേജ് മക്കൾക്ക് വേണ്ടിയുള്ള ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ കുടുംബ നവീകരണ ധ്യാനമെല്ലാം ഉണ്ട്. സാധിക്കുന്നിടത്തോളം മക്കൾ അതിലെല്ലാം സംബന്ധിക്കുക. എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ ധ്യാനമുള്ളത് നിങ്ങൾക്ക് അറിവുള്ളതാണ്. അതുപോലെ ഓൺലൈൻ ധ്യാനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന മക്കളെയെല്ലാം ദൈവം തുടർന്നും കടന്നു വരാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയുക്ത കാതോലിക്ക ശ്രേഷ്ഠ അഭിനന്ദ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് മാർച്ച് 25-ാം തീയതി കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു. നമുക്ക് പിതാവിന് വേണ്ടി വിനയത്തോടെ പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെല്ലാം സ്വർഗമേറ്റെടുത്ത് ഏറ്റവും ആത്മനിറവിലായിരിക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കാം. തിരുവചനാജ്ഞ ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. സകലവും ക്രൂശിൻ്റെ ചുവട്ടിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.